ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ സ്വാധീനം. വെള്ളിയാഴ്ച ആണ്, കുറച്ച് താമസിച്ചാണ് കേട്ടോ എണീക്കുന്നത്. ഇനി പടച്ചവനോട് തേടി അള്ളാനെയൊക്കെ വിളിച്ചിട്ട് അതുപോലെ ദിക്കറൊക്കെ ചൊല്ലി നേരെ അടുക്കളയിലോട്ട് വന്നാണ്. ഇപ്പോഴും കിടക്കുവാണ് കേട്ടോ. ഞാൻ കട്ടൻ കാപ്പി വെക്കുവാണ്. ഇത് കാപ്പി നിർബന്ധമാണ്, ഹെൽത്തിന് അത്ര നല്ലതല്ലെങ്കിലും. അപ്പം അധികം നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരു കുഞ്ഞു ബ്ലോഗാട്ടോ, ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസത്തെ. നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും കേട്ടോ. തൈറോയിഡ് കുറച്ച് പ്രശ്നമായിട്ട് സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വലിയ പണിത്തിരക്കൊന്നുമില്ല, അതുകൊണ്ട് അണച്ചി ഉറക്കമാണ് കേട്ടോ. അല്ലെങ്കിൽ അണച്ചിയും വന്ന് സഹായിക്കും, എന്തെങ്കിലുമൊക്കെ തുണിയോ കാര്യങ്ങളൊക്കെ കഴിയാനുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കാപ്പി ഇട്ടു. അത്രയ്ക്ക് നല്ലതല്ല ഹെൽത്തിന് കട്ടൻ കാപ്പി, പക്ഷേ എന്നാലും രാവിലെ കുടിക്കുന്ന നിർബന്ധമാണ്. കുറച്ച് കുടിക്കും. പിന്നെ ഐസൂട്ടിനെ വിളിച്ചു, വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ച ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു. കുബൂസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി തലേദിവസത്തുണ്ട്, പക്ഷേ ചിക്കൻ കറി എടുത്തില്ല. ചായയും കുബൂസും മാത്രമാണ് കഴിച്ചത് കേട്ടോ. ഉച്ചയ്ക്ക് എടുക്കാമെന്ന് അണച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടി, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, തവിയും സ്പൂണും. പിന്നെ തുണിയൊക്കെ മടക്കി വെച്ചു. അണച്ചിതാ ജുമായിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് വിടുവാണ്. പിന്നെ പച്ചപ്പയർ ഉച്ചക്കത്തേനും മെഴുക്കോട്ടിയൊക്കെ അരിയാണച്ച് ജുമായിക്ക് പോയി. ആ സമയത്ത് ഞാൻ എല്ലാം അരിഞ്ഞ് പറക്കി സെറ്റാക്കുവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ശകലം ഇരിപ്പുണ്ട്, അതിനകത്തോട്ട് തക്കാളിപ്പഴവും സവോളയും പച്ചമുളകും വെച്ചിട്ട് അട്ടിപ്പൊളി അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കി കഴിയുമ്പോൾ നല്ല വഴറ്റി വെച്ചാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. ഇനിയും പിന്നെ ഞാൻ ഒന്നരാടം മഞ്ഞളിട്ട് മുഖം കഴുകാറുണ്ട്. വേറെ ഫേസ് പാക്കൊന്നുമില്ല. പിന്നെ നമസ്കരിച്ച് ദുആകളും ദിക്റുമൊക്കെ ചൊല്ലി നേരെ അടുക്കളയിലോട്ട് വന്ന് നല്ല ചൂട് ചോറും ചിക്കൻ വഴറ്റിയതെടുക്കുവാണേ. നല്ല രുചിയാണ്, നല്ല മണവും ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ വഴറ്റിയെടുത്തു. പിന്നെ പച്ചപ്പയർ മെഴുക്കുവരട്ടി, സൈഡിലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അച്ചാർ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നേരെ 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേന് പാൽക്കാപ്പിയും മിച്ചറും കൂടെ കഴിച്ചു കേട്ടോ.